പ്രൊഫഷണൽ കോഴ്സ് മേൽനോട്ട സമിതി നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂടിയാലോചന നടത്താതെ മുൻ ഉപലോകായുക്തയെ നിയമിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെന്നാണ് വിമർശനം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ എന്നും സംസാരിക്കാം, ഈ വിഷയം എല്ലാ വിഷയവും സംസാരിക്കാം. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതൊക്കെ സെറ്റിൽ ചെയ്യും. ഞങ്ങൾ നമ്മൾ ആലോചിച്ച് തീർത്തോളാം, കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല, അതൊക്കെ ആലോചിച്ച് ചെയ്യാം. ഇല്ല ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് പ്രശ്നം സെറ്റിൽ ചെയ്യും. കെ പി ബാലചന്ദ്രന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. എം ജി പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇപ്പോൾ ഈ 100ാം ദിനം സർക്കാർ ആഘോഷിക്കുന്നതിനിടയിലാണ് രണ്ട് മന്ത്രിമാർ, രണ്ട് വകുപ്പുകൾ തമ്മിൽ വലിയ ഭിന്നത എന്ന വലിയ വാർത്ത ഇന്ന് പുറത്തു വന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോഴൊന്നും വിട്ടു പറയാൻ ആരോഗ്യമന്ത്രി തയ്യാറാകുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ചർച്ചകൾ ഇനി നടക്കാനിരിക്കുന്നുണ്ടോ? ഈ പ്രതിഷേധം എങ്ങനെയാണ് അദ്ദേഹം അറിയിക്കാൻ പോകുന്നത്? സ്മൃതി, സ്വകാര്യ പ്രൊഫഷണൽ കോളേജുകളിലെ പ്രവേശനവും ഫീസ് നിർണയവുമായി ബന്ധപ്പെട്ട് ഈ അടുത്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു മേൽനോട്ട സമിതിയെ നിയമിച്ചത്. മേൽനോട്ട സമിതി അധ്യക്ഷനായി മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് കെ പി ബാലചന്ദ്രന് നിയമനവും നൽകി. പക്ഷേ ഈ നിയമനം ഏകപക്ഷീയമായി ആണ് എടുത്തത് എന്നതാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിലപാട്. പ്രൊഫഷണൽ കോളേജ് രംഗത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പുമായി ആലോചിക്കാതെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാടിൽ വലിയ അതൃപ്തി കെ മുരളീധരനുണ്ട്. നേരിട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ ഈ അതൃപ്തി മുരളീധരൻ അറിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ നിയമനം റദ്ദാക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കെ മുരളീധരന് ഉള്ളത്. അത്തരത്തിൽ ആ നിയമനം റദ്ദാക്കിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ മേൽനോട്ട സമിതിയെ നിയമിക്കും എന്നുള്ള കർക്കശമായ ഒരു നിലപാടിലേക്ക് കൂടി ആരോഗ്യമന്ത്രി പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് ഒരു പരസ്യമായി തന്നെ ആരോഗ്യമന്ത്രി അക്കാര്യം അതിൽ ചെറിയ ഭിന്നതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് കെ മുരളീധരൻ തയ്യാറായിട്ടില്ല. ഈ നിയമനം പോലും ചട്ടവിരുദ്ധമാണ് എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം ലോകായുക്ത, ഉപലോകായുക്ത പദവികളിൽ ഇരുന്നവർക്ക് സർക്കാരിൽ നിയമനം നൽകാൻ പാടില്ല എന്നുള്ള ആ ഒരു ചട്ടമുണ്ട് എന്നതാണ് പ്രധാനമായും ഒരു വിഭാഗം വാദിക്കുന്ന കാര്യം. എങ്ങനെയാണത് പ്രശ്നപരിഹാരം എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.